ഈ തെരഞ്ഞെടുപ്പിൽ BJP എത്രത്തോളം കടന്നുകയറ്റം ഉണ്ടാക്കും, ഇതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. കാരണം BJP അവിടെ പാർട്ടിക്കകത്ത് തന്നെ അവർ വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. അണികൾ അതിലും വലിയൊരു ആകാംക്ഷയോടുകൂടി. കാരണം അവർക്കൊരു പ്രത്യേകമായ ഒരു താല്പര്യം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ ഒക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരു 10 സീറ്റെങ്കിലുമായിട്ട് നിയമസഭയിൽ എത്തണമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. അപ്പോൾ ഈ തദ്ദേശത്തിൽ BJP കടന്നു കയറുന്നു. തദ്ദേശത്തിൽ എല്ലായിടത്തും അവർക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുക, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ഭരണം കിട്ടുകയില്ലെങ്കിലും സീറ്റുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ അവർക്ക് 34 വാർഡിലാണ് ജയിച്ചിരിക്കുന്നത്. അതൊരു 4-5 വാർഡുകളെങ്കിലും കൂടും. 36-40 എന്നുള്ളതാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ അവർക്ക് 6 മെമ്പർമാരേ ഉള്ളൂ. അതൊരു 15 മുതൽ 18 വരെയാവും. അപ്പോൾ അവിടെ വളരെ നിർണായകമാകും. വളരെ നിർണായകമാവും. പക്ഷെ ഭരണം കിട്ടത്തില്ല. ഭരണം കിട്ടണേ 29 വാർഡിൽ വിജയിക്കണം. അവിടെ വന്നിട്ട് 56 പകുതി 28 അല്ലേ. അപ്പോൾ 29 വാർഡ് ജയിച്ചാലേ ഭരണം കിട്ടുകയുള്ളൂ. അവിടെ UDF ആയിരിക്കും ഒറ്റയ്ക്ക് വലിയ കക്ഷി മുന്നണി, 20 മുതൽ 25 വരെ. BJPക്ക് 15 മുതൽ 18 വരെ, LDFന് 12 മുതൽ 16 വരെ. ആർക്കും വലിയ ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതെ, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. വലിയ UDF വിജയിക്കുന്നിടത്തും പകുതിയേക്കാൾ 1-2 സീറ്റേ കൂടുതൽ കിട്ടത്തുള്ളൂ. ഭരണത്തിൽ വരാനും അല്ലാതെ നമ്മൾ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാലും ഭൂരിപക്ഷം കുറവായിരിക്കും എല്ലായിടും. അതെ. കാരണം BJP അത് നല്ലപോലെ വോട്ട് പിടിക്കുന്നുണ്ടെന്നുള്ളത്. അതെ. അതുപോലെ മുനിസിപ്പാലിറ്റികളിലും BJPക്ക് ഇപ്പം 2 മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ. അതൊരു 5 മുതൽ 8 വരെ ആവും. അത് ഈ കിട്ടാൻ സാധ്യത നിലവിലുള്ളത് പാലക്കാടും പന്തളമാണുള്ളത്. അതിന് പുറമെ പിന്നെ കിട്ടാവുന്നത് കൊടുങ്ങല്ലൂർ അടുത്ത് നിൽക്കുകയാണ്. അതെ. പിന്നെ തൃപ്പൂണിത്തറ, പിന്നെ തൃപ്പൂണിത്തറ കഴിഞ്ഞാൽ പിന്നെ ആറ്റിങ്ങൽ, വർക്കല, കായംകുളം, മാവേലിക്കര. ഇതിൽ ഏതെങ്കിലും 5 മുതൽ 8 വരെ, ഏതെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. 5 മുതൽ 8 വരെ മുനിസിപ്പാലിറ്റിയിൽ സാധ്യതയുണ്ടെന്നുള്ളത്. ഭരണത്തിന് സാധ്യത. എല്ലായിടത്തും ഭൂരിപക്ഷം കിട്ടണമെന്നില്ല, ഒറ്റയ്ക്ക് വലുതായാൽ മതിയല്ലോ. ഒരു 3 മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് വരുവരെ ആകെ. ഈ മുനിസിപ്പാലിറ്റി ഇത്രയും പറയുമ്പോൾ ഇത് മുനിസിപ്പാലിറ്റി നേടിക്കഴിഞ്ഞാൽ അത് നിയമസഭയിലേക്കുള്ള ഒരു ചൂണ്ടുവല കൂടിയാണ്. അതെ, അതിൻ്റെ ഒരു സൂചനയാണ്. അതെ, ആയിരിക്കും. പക്ഷേ ഗ്രാമപഞ്ചായത്തിലും വർധനയുണ്ട്. ഇപ്പോൾ 23 ഉള്ളൂ. എൻ്റെ പ്രവചനം അനുസരിച്ച് 45 മുതൽ 55 പഞ്ചായത്തുകളിൽ ഭരണം കിട്ടും. തിരുവനന്തപുരത്ത് 4-5 പഞ്ചായത്തുകൾ കിട്ടും. കൊല്ലത്ത് 4-5 എണ്ണം വരും. തൃശ്ശൂർ ഒരു 15 എണ്ണം വരും. പിന്നെ ബാക്കി ജില്ലകളിലൊക്കെ 2-3 ഒക്കെ. കോട്ടയത്ത് ഒരു 4 പഞ്ചായത്ത് കിട്ടും. അങ്ങനെ എല്ലാം കൂടി ഒരു 45 മിനിമം. അപ്പം മികച്ച പ്രകടനം തന്നെയാണ്. മികച്ച പ്രകടനമായിരിക്കും. ഈ ജില്ലാ പഞ്ചായത്തിൽ ഇപ്പം BJPക്ക് 2 വാർഡേ ഉള്ളൂ. അത് ഇവിടെ കാസർഗോഡാണ്. അത് ഒരു 8 എണ്ണമെങ്കിലും ആവത്തോളം. അതായത് തിരുവനന്തപുരത്ത് 1 എണ്ണം സാധ്യതയുണ്ട്, കൊല്ലത്ത് 2 എണ്ണത്തിന് സാധ്യതയുണ്ട്, ആലപ്പുഴ 2 സാധ്യതയുണ്ട്, കോട്ടയത്ത് ഉറപ്പായിട്ട് 1 എണ്ണം, പൂഞ്ഞാറ് ഷോൺ ജോർജിൻ്റെ സീറ്റ്. ഷോൺ ജോർജ് അല്ല മത്സരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ ഒരു 4 വാർഡിലൊക്കെ ജില്ലാ പഞ്ചായത്ത് ജയിക്കും BJP, 4 തൊട്ട് 6 വരെ. പിന്നെ കാസർഗോഡ് ഒരു 2-3 വാർഡിൽ ജയിക്കും. ആകെ ഒരു 8 വാർഡുകളിൽ ഉറപ്പാണ് BJPയുടെ. ഈ BJPക്ക് ഏറ്റവും കൂടുതൽ ഒരു കയറ്റം ഉണ്ടാകാൻ പോകുന്നത് വടക്കൻ കേരളത്തിലായിരിക്കുമോ തെക്കൻ കേരളത്തിലായിരിക്കുമോ? തെക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ. പിന്നെ തൃശ്ശൂർ മധ്യ കേരളമാണല്ലോ. തൃശ്ശൂരാണ് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ നേട്ടം തൃശ്ശൂരായിരിക്കും. അത് പൂർണ്ണമായിട്ടും BJPയുടെ വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ മികവാണ്, ചാരിറ്റി പ്രവർത്തനമൊക്കെ കൊണ്ടേ. സുരേഷ് ഗോപി പിന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനമായിരുന്നു. അത്
നമുക്ക് പൂർണ്ണമായിട്ട് BJP വിജയമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാൽ അവരുടെ ഒരു ഭാഗമുണ്ടല്ലോ, നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തൃശ്ശൂരിൽ അത്രയും വലിയ വിജയം ഉണ്ടായാൽ അത് നിയമസഭയിലേക്ക് നിയമസഭയെ ബാധിക്കും. അവിടെ നിയമസഭയിൽ കുറഞ്ഞ 2 സീറ്റ് കിട്ടും, തൃശ്ശൂരിൽ 2 മുതൽ 4 വരെ. ഇതേ സാഹചര്യം തിരുവനന്തപുരത്തും ഉണ്ടല്ലോ BJPക്ക്. തിരുവനന്തപുരത്ത് 2 മുതൽ 4 വരെ ജയിക്കും നിയമസഭയിൽ. നിയമസഭയിൽ. അല്ല, കോർപ്പറേഷനിൽ വരുമ്പോൾ ഇതൊരു ഇവിടെ ഒരു തൂക്ക് സഭയിലേക്ക് പോകും, തൂക്കുസഭയായിട്ട് വരും എന്ന് പിന്നെ ശ്രീ ഗോപാലകൃഷ്ണൻ നായർക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഉറപ്പാണ്. അതായത് LDFനും BJPക്കും ഒരുപോലെ നമ്പർ ഓഫ് സീറ്റ്സ് ഒരുപോലെ ആയിരിക്കും, 36 മുതൽ 40 വരെ. അപ്പോൾ UDFന് ഒരു 20 മുതൽ 25 വരെ. അപ്പോൾ ഈ UDFൻ്റെ പിന്തുണയോടെ LDF ഇവിടെ മേയറാവും. തൃശ്ശൂർ തിരിച്ചും, അതായത് LDFൻ്റെ പിന്തുണയോടെ UDF മേയറാവും. ഇങ്ങനൊരു ധാരണ ഇവരുണ്ടാക്കുമല്ലേ? അത് ഇലക്ഷൻ കഴിഞ്ഞുള്ള ധാരണയാണ്, വോട്ടെണ്ണി കഴിഞ്ഞിട്ടേ. അതിന് മുമ്പ് ചിലപ്പം ഈ രഹസ്യ ചർച്ചകളൊക്കെ ഉണ്ടായിരിക്കും, നമുക്കത് അറിയാൻ പറ്റത്തില്ലല്ലോ. അല്ല, പിന്നെ UDF തിരുവനന്തപുരത്ത് വലിയ കോൺഗ്രസ് നില മെച്ചപ്പെടാൻ വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. അവർക്ക് ഇപ്പോൾ നിലവിൽ 10 അത് സീറ്റാണ്. ഞാൻ പറയുന്നത് 20 മുതൽ 25 വരെ. അത്രയും പിടിക്കൂ? ഒരു സീറ്റെങ്കിലും കൂടിയ പുരോഗതിയല്ലേ? അല്ല അത്രയും 20-25 സീറ്റ് വരെ പിടിക്കാൻ കിട്ടുക. ഈ കോസ്റ്റൽ ഏരിയ ഉണ്ട്, അതൊരു 15 വാർഡുകളും ഉണ്ട്. അതിൽ ഞാൻ ഒരു 10 വാർഡ് ഉറപ്പാണ് അവർക്ക്. 2 എണ്ണം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. കോസ്റ്റൽ വാർഡ് BJPക്ക് വെച്ച പിടിക്കാൻ പറ്റത്തില്ല. അതാണല്ലോ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് പരാജയം ഉണ്ടായതും അവിടുത്തെ വോട്ട് തന്നെയാണ്. അപ്പോൾ 2 കിടന്നത് 10 വാർഡാകുമ്പോൾ 8 എണ്ണം കൂടിയില്ലേ? ഇനി കൂടാതെ കേശവാസൂര് അവർ ജയിക്കും, UDF പിടിക്കും. പിന്നെ കവടിയാർ ശബരിനാഥ്, അത് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, വലിയ മത്സരം അവിടെ. പിന്നെ അവർക്ക് പുതിയതായിട്ട് കിട്ടുന്നത് വൈഷ്ണവ നിൽക്കുന്ന മുട്ടട. മുട്ടട അത് CPMന്റെ ഒരു വലിയ. അത് എന്നാലും ജയിക്കത്തില്ല, CPM ജയിക്കത്തില്ല. ജയിക്കില്ല. അതിനടുത്ത് കിടക്കുന്ന കിണവൂര് വാർഡ്, അത് കോൺഗ്രസ് ജയിക്കും. പിന്നെ കളക്ടറേറ്റ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കൊടപ്പനക്കുന്ന്, അത് സിറ്റിംഗ് വാർഡാണ് കോൺഗ്രസിന്റെ, അത് ജയിക്കും. പിന്നെ കുറവുംകോണം UDFന്റെ സിറ്റിംഗ് വാർഡാണ്, അത് ജയിക്കും. പുതിയതായിട്ട് ജയിക്കുന്നത് ഈ കിണവൂരും മുട്ടടയും. മുട്ടടയിൽ ഉണ്ടായാൽ വലിയൊരു വിജയമാണ്. അതെ, അത് ഈ വാർത്ത വലിയ ഇതായല്ലോ. കാരണം ഒരു വാർഡ് ഒരിക്കലും കേരളം മുഴുവൻ അറിയപ്പെടാറില്ല സാധാരണ. പക്ഷേ ഈ CPM ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പയ്യാവൂർ 96-ൽ നായനാര് ഭരിക്കുമ്പം ഒരു ഗ്രാമപഞ്ചായത്ത് പിടിക്കാനായിട്ട് എന്തെല്ലാം. അങ്ങനെയാണ് ഈ പയ്യാവൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത്രയും ബഹളം വല്ലതും ഉണ്ടാക്കണോ? ഒരു ഗ്രാമപഞ്ചായത്ത് വോട്ടെന്ന് വെച്ചാൽ വരെ അത് ഹൈക്കോടതി വരെ എത്തിയ കേസ് 96-ൽ. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടാൽ അത് CPMന് വലിയ തിരിച്ചടിയാണ്. അതെ. തൃശ്ശൂർ പിന്നെ അവർ വിമതന്റെ സഹായത്തോടെയാണ് ഭരിച്ചത് കഴിഞ്ഞ തവണ. കോൺഗ്രസ് വിമതൻ വർഗീസ്, അയാളിപ്പോൾ BJP ചേരുവാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഈ ഒല്ലൂരോ വല്ലതും മത്സരിക്കും. അപ്പോൾ എന്തായാലും BJPയുടെ കണക്കുകൂട്ടലും നമ്മുടെ ഈ പ്രവചനവും ഒക്കെ ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കിനിയിപ്പോൾ കാത്തിരിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.